ഒരിക്കലും ശരീരം ശുദ്ധമല്ല. ശരീരം ശുദ്ധമല്ല, അത് പ്രകൃതിയാണ്, അത് ജഡമാണ്, അത് അചേതനവുമാണ്. ഈ അചേതനത്തിൽ നിന്ന് ഒരിക്കലും ചൈതന്യത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടാവത്തില്ല. ചൈതന്യത്തിൽ നിന്ന് ഒരിക്കലും ജഡത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടാവത്തില്ല. അത് സത്യമല്ല, ഉണ്ടാവത്തില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ സത്യമായത് എന്താണ്? സത്യമായത് സുഹൃത്തുക്കളെ ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അഥവാ ബ്രഹ്മാംശമായ ആത്മാവാണ് ശുദ്ധമായിട്ടുള്ളത്. അപ്പോൾ ആ ആത്മാവിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ അശുദ്ധരൂപിയായിട്ടുള്ള ശരീരത്തിൽ വിളങ്ങുന്ന ശുദ്ധരൂപിയായ ആത്മാവിന് ഒരിക്കലും ജീവാത്മാവിനെ പോലും അനുഭവിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. ജീവാത്മാവിനെ അനുഭവിക്കാൻ കഴിയും, ജീവാത്മാവിനെ അനുഭവിക്കണം നമ്മൾ. അപ്പോൾ അതിന് നമ്മുടെ കയ്യിലിരിക്കുന്ന അശുദ്ധരൂപിയായ ശരീരമാണ് ഉള്ളത്. പക്ഷേ ആ അശുദ്ധരൂപിയായ ശരീരത്തിനെ തന്നെ ആശ്രയിച്ചിട്ട് നമ്മൾ അതിനെ തന്നെ ആത്മവിചാരം ചെയ്യുമ്പോഴാണ് അശുദ്ധിയിൽ നമുക്ക് ശുദ്ധത്വം പ്രശോഭിക്കാനാകുന്നത്.